നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഓൾറെഡി നമുക്ക് ബിറ്റ്കോയിന്റെ ബേസിക്സും ക്രിപ്റ്റോ കറൻസിന്റെ ബേസിക്സും കറൻസി പെയർസ് എന്നതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന കോയിൻ സ്വിച്ചിന്റെ ചാർട്ടാണ്. ഇതിലിപ്പം BTC USDT എന്നുള്ളത്. നമുക്കറിയാം BTC എന്ന് പറഞ്ഞാൽ ബേസ് കറൻസി, USDT എന്ന് പറഞ്ഞാൽ കോഡ് കറൻസി. അതായത് ഒരു BTC വാങ്ങണമെങ്കിൽ ഇപ്പൊ എനിക്ക് $90,557 ആണ് എനിക്ക് വേണ്ടത്, റൈറ്റ്? ഇത്രത്തോളം നമുക്കറിയാലോ. ഇനി ഞാനിപ്പം ഈ USDT എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കോഡ് കറൻസി മാറി. ഇപ്പം BTC INR ആയി. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഇപ്പം ഒരു ബിറ്റ് കോയിൻ വാങ്ങണമെങ്കിൽ എനിക്ക് ഇത്ര ലക്ഷം INR ആണ് വേണ്ടത്, ഇന്ത്യൻ റുപ്പീസ് ആണ് വേണ്ടത്. സോ എസെൻഷ്യലി എനിക്കത് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കാം. INR കാണാം, USDT കാണാം. സോ ഇത്ര രൂപയാണ് ഒരു ബിറ്റ് കോയിൻ വാങ്ങാൻ ഇന്ത്യൻ റുപ്പിയിൽ ആവശ്യം. കാരണം ഞാനിപ്പം പ്രൈസസ് ഇൻ INR-ലാണുള്ളത്. ഇത് ഞാൻ മാറ്റി എനിക്ക് USDT ആക്കാനും പറ്റും. സോ ഈ ചാർട്ടില് BTC USDന്റെ ചാർട്ടില് കാൻഡിൽ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്, താഴത്തേക്ക് പോകുന്നുണ്ട്. എന്താണ് ഈ ഗ്രീൻ കാൻഡിൽ, എന്തുകൊണ്ടാണ് റെഡ് കാൻഡിൽ ക്രിയേറ്റ് ചെയ്യിക്കുന്നത്, എന്താണ് ഇപ്പൊ റൈറ്റ് സൈഡിൽ എന്തോ ഒരു ഓർഡർ ബുക്ക് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. എന്താണ് ഈ ഓർഡർ ബുക്ക് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഞാനിപ്പം ഇതിപ്പോ തുറന്നേക്കുന്നത് BTC USDന്റെ ചാർട്ടാണ്. BTC USDT ആട്ടോ. അതായത് ഒരു ബിറ്റ് കോയിനിൽ കാണിക്കുന്നത് 90,645 USDT ആണ് എനിക്ക് ഒരു ബിറ്റ് കോയിൻ വാങ്ങാനുള്ള എന്റെ പ്രൈസ്. സോ ഈ ചാർട്ടിൽ എന്താ നടക്കുന്നത്, എന്താണ് ക്യാൻഡിൽസ് എന്നെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഓർഡർ ബുക്ക് എന്താ, ലിക്വിഡിറ്റി എന്താണെന്നൊക്കെ പഠിക്കണം. സോ ലിക്വിഡിറ്റി എന്താണെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പെൻഡിങ് ഓർഡേഴ്സ് ഇൻ ദ മാർക്കറ്റ് ആയിരിക്കും. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ പെൻഡിങ് ഓർഡേഴ്സ് ഇൻ ദ മാർക്കറ്റ്. എന്താണ് പെൻഡിങ് ഓർഡേഴ്സ് ഇൻ ദ മാർക്കറ്റ്, എന്താണ് ലിക്വിഡിറ്റി? സോ ഇപ്പൊ നമ്മൾ ഈ ചാർട്ട് എടുക്കുവാണെങ്കിൽ ഇതിൽ നമുക്കൊരു ഓർഡർ ബുക്ക് കാണാം. ഓർഡർ ബുക്കിൽ ഇവിടെ ഒരു പ്രൈസ് ഉണ്ട്, അതേപോലെ മുകളിൽ എന്തൊക്കെയോ പ്രൈസ് കാണുന്നുണ്ട്, താഴെ എന്തൊക്കെയോ പ്രൈസ് കാണുന്നുണ്ട്, ക്വാണ്ടിറ്റി കാണുന്നുണ്ട്. അപ്പം ഇതില് എസെൻഷ്യലി ഈ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പം കറന്റ്ലി ഒരു ബിറ്റ് കോയിൻ വാങ്ങാൻ എത്ര രൂപയാണോ വേണ്ടത് അതാണ് ഈ കാണുന്ന പ്രൈസ്. സോ ഇപ്പൊ കാണാം, ഈ ചാർട്ടിൽ നോക്കിയാൽ 90,589.1.0 അത് തന്നെയാണ് ഇവിടെ ഉള്ളത്, റൈറ്റ്? സോ ഇതിന്റെ മുകളിൽ കുറെ പോയിന്റ്സ് ഉണ്ട്, താഴെ കുറെ പ്രൈസ് കാണുന്നുണ്ട്, ഇവിടെ കുറെ ക്വാണ്ടിറ്റി കാണുന്നുണ്ട്, ഇവിടെയും കുറെ ക്വാണ്ടിറ്റി കാണുന്നുണ്ട്. വളരെ സിമ്പിളാ. അതായത് ഈ പ്രൈസിന്റെ മുകളിലുള്ള എല്ലാ പ്രൈസുമാണ് ഇത്. ഇത്രയും പ്രൈസിൽ ആരൊക്കെയാണ് സെല്ല് ചെയ്യാൻ റെഡി ആയിട്ടുള്ളത് എന്നാണ് ഈ ഓർഡർ ബുക്ക് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ പ്രൈസിന്റെ താഴെ, അതായത് 640 താഴെയുള്ള പ്രൈസുകൾ, ഇപ്പം 610, 610, 609, 609, 608, 607.5, 607.3 ഇത്രയും പ്രൈസുകളിൽ ആരൊക്കെയാണ് ബൈ ചെയ്യാൻ റെഡി ആയിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ $90,000 പകരം നമുക്കത് 100 രൂപ എന്ന് എടുക്കാം. കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അതായത് 100 രൂപയാണ് കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് വിചാരിക്കുക. കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറന്റ് മാർക്കറ്റ് പ്രൈസ് 100 രൂപയാണെന്ന് വിചാരിക്കുക. ഇപ്പം ഈ ചാർട്ടിങ് ഇങ്ങനെ പോയി 100 രൂപയിൽ എത്തി നിൽക്കുവാണെന്ന് വിചാരിക്കുക. സോ ഞാൻ ഈ കളർ ഒന്ന് മാറ്റിയിട്ട് മഞ്ഞ എങ്ങനെ ആക്കാം. ഇപ്പൊ കറന്റ് മാർക്കറ്റ് പ്രൈസ് 100 രൂപയാണ്. സോ 100 രൂപയുടെ മുകളിൽ കുറെ പ്രൈസസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പൊ ആ പ്രൈസിൽ ഞാനിവിടെ പ്ലോട്ട് ചെയ്യാൻ പോവാ. അതായത് 100ന്റെ മുകളിൽ 101 രൂപയുണ്ട്, 102 ഉണ്ട്, 102 ഉണ്ട്, അതേപോലെ 104 ഉണ്ട്. 100ന്റെ താഴെ കറന്റ് മാർക്കറ്റ് പ്രൈസിന്റെ താഴെ കുറെ പ്രൈസ് കാണുന്നില്ലേ, അതേപോലെ തന്നെ 100ന്റെ താഴെയും 99 ഉണ്ട്, 98 ഉണ്ട്, 97 ഉണ്ട്, കറക്റ്റ്? സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് 100 രൂപ കറന്റ് മാർക്കറ്റ് പ്രൈസിന്റെ മുകളിലോട്ട്, അതായത് കറന്റ് മാർക്കറ്റ് പ്രൈസിന്റെ മുകളിലോട്ടുള്ള എല്ലാ പ്രൈസിലും സെൽ ലിമിറ്റ് ഓർഡേഴ്സ് ഉണ്ടാവും. അതായത് 101 രൂപയിൽ 500 സെൽ ലിമിറ്റ് ഓർഡേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, 102 രൂപയിൽ 400 സെൽ ലിമിറ്റ് ഓർഡേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, 103 രൂപയിൽ 100 സെൽ ലിമിറ്റ് ഓർഡേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ എസെൻഷ്യലി 100 രൂപയുടെ മുകളിലുള്ള എല്ലാ പ്രൈസും സെൽ ലിമിറ്റ് ഓർഡേഴ്സ് ആയിരിക്കും. ഓക്കെ, അതായത് ഈ മുകളിൽ കാണുന്നതൊക്കെ സെൽ ലിമിറ്റ് ഓർഡേഴ്സ് ആയിരിക്കും. ഈ പ്രൈസിലൊക്കെ ഉള്ളത് ഈ കാണുന്നതൊക്കെ സെൽ ലിമിറ്റ് ഓർഡേഴ്സ് ആയിരിക്കും. അതേപോലെ തന്നെ
100ന്റെ താഴെ ലെറ്റ്സ് സേ 99 രൂപയിൽ 500 ഓർഡേഴ്സ് ഉണ്ട്, 98ൽ 300 ഓർഡേഴ്സ് ഉണ്ട്, 97ൽ 800 ഓർഡേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ 100ന്റെ താഴെയുള്ളതൊക്കെ ബൈ ലിമിറ്റ് ഓർഡേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ ബൈ ലിമിറ്റ് ഓർഡേഴ്സ് ആയിരിക്കും. അതായത് ഈ കാണുന്ന ഈ കറന്റ് മാർക്കറ്റ് പ്രൈസിന്റെ താഴെയുള്ള പ്രൈസിലൊക്കെ ബൈ ലിമിറ്റ് ഓർഡേഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് ബൈ ഗ്രീനിലും സെൽ ലിമിറ്റ് ഓർഡേഴ്സ് റെഡിലായിരിക്കും ഈ കോയിൻ സ്വിച്ചിൽ കാണിച്ചേക്കുന്നത്. സോ ഇതെന്താണ് അർത്ഥമാക്കുന്നത്? സോ ഈ സെൽ ലിമിറ്റ് ഓർഡേഴ്സും ബൈ ലിമിറ്റ് ഓർഡേഴ്സും എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അതായത് 101 രൂപയിൽ 500 ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ആരോ 101 രൂപയിൽ 500 ക്വാണ്ടിറ്റി ഓഫ് ബിറ്റ് കോയിൻ സെല്ല് ചെയ്യാൻ റെഡി ആണ് എന്ന് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. അതായത് 101 രൂപയിൽ ആരോ 500 രൂപയ്ക്ക് സെല് ചെയ്യാൻ റെഡിയാണ്, 102 രൂപയിൽ ആരോ 400 ക്വാണ്ടിറ്റി സെല് ചെയ്യാൻ റെഡിയാണ്, 103 രൂപയിൽ ആരോ 100 ക്വാണ്ടിറ്റി സെല് ചെയ്യാൻ റെഡിയാണ്. അതേപോലെ തന്നെ 100ന്റെ താഴെ സെൽ ലിമിറ്റ് ഓർഡേഴ്സ് അല്ല, 100ന്റെ താഴെ ബൈ ലിമിറ്റ് ഓർഡേഴ്സ് ആണ്. അതായത് ആരോ 99 രൂപയിൽ 500 ക്വാണ്ടിറ്റീസ് ബൈ ചെയ്യാൻ റെഡിയാണ്, അതേപോലെ തന്നെ 98 രൂപയിൽ 300 ക്വാണ്ടിറ്റി ബൈ ചെയ്യാൻ റെഡിയാണ്, 97 രൂപയിൽ 800 ക്വാണ്ടിറ്റി ബൈ ചെയ്യാൻ റെഡിയാണ്. സോ ഇതാണ് എസെൻഷ്യലി സെൽ ലിമിറ്റ് ഓർഡേഴ്സും ബൈ ലിമിറ്റ് ഓർഡേഴ്സും. ഞാൻ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പറഞ്ഞല്ലോ. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ പെൻഡിങ് ഓർഡേഴ്സ് ഇൻ ദ മാർക്കറ്റാന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഓർഡേഴ്സ് ആണ്. ഈ കാണുന്ന സെൽ ലിമിറ്റ് ഓർഡേഴ്സും ഈ കാണുന്ന ബൈ ലിമിറ്റ് ഓർഡേഴ്സും ആണ് ലിക്വിഡിറ്റി. അതായത് കോയിൻ സ്വിച്ചിന്റെ ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഈ മുകളിൽ കാണുന്ന പ്രൈസും ക്വാണ്ടിറ്റിയും ആണ് ലിക്വിഡിറ്റി, ഈ താഴെ കാണുന്ന ബൈ ലിമിറ്റ് ഓർഡേഴ്സും ക്വാണ്ടിറ്റിയും ആണ് ലിക്വിഡിറ്റി. ഇത്രയേ ഉള്ളൂ, ഇത്രേ അർത്ഥാക്കുന്നുള്ളൂ. നൗ എങ്ങനെയാണ് ഒരു ക്യാൻഡിൽ മുകളിലോട്ട് പോകുന്നത്? ഇപ്പം കറന്റ്ലി ഇപ്പം പ്രൈസ് ഇങ്ങനെ മുകളിലോട്ട് പോയി ഇപ്പം 90,533 അല്ലേ? അപ്പം ഈ ക്യാൻഡിൽ മുകളിലോട്ട് പോകണമെങ്കിൽ എന്താ ശരിക്കും സംഭവിക്കേണ്ടത് നമുക്ക് നോക്കാം. അതായത് ഇപ്പം കറന്റ്ലി ഒരു ബിറ്റ് കോയിന്റെ പ്രൈസ് നമുക്കറിയാം, കറന്റ് മാർക്കറ്റ് പ്രൈസ് 100 രൂപയാണ്. അതായത് കറന്റ് മാർക്കറ്റ് പ്രൈസ് ഈ പ്രൈസ് ഇപ്പം 100 രൂപയാണ്. സോ ലെറ്റ്സ് സേ ഞാൻ കോയിൻ സ്വിച്ചിൽ ഞാനൊരു ഓർഡർ പ്ലേസ് ചെയ്യാണ്. ഞാൻ വന്നിട്ട് പറയാണ് എനിക്ക് 800 ക്വാണ്ടിറ്റി ബൈ ചെയ്യണം. ഞാൻ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാണ്. എനിക്ക് 800 ക്വാണ്ടിറ്റി ബൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാനൊരു ബൈ ഓർഡർ അങ്ങ് പ്ലേസ് ചെയ്യാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മാർക്കറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിലും ക്രിപ്റ്റോ മാർക്കറ്റിലും മാത്രമല്ല, ഇൻ ജനറൽ എല്ലാ ബയറിനും ഒരു സെല്ലർ ആവശ്യമാണ്. ഫോർ എവറി ബയർ ദർ ഹാസ് ടു ബി എ സെല്ലർ. അതേപോലെ എല്ലാ സെല്ലറിനും ഒരു ബയർ ആവശ്യമാണ്. ഫോർ എവറി സെല്ലർ ദർ ഹാസ് ടു ബി എ ബയർ, റൈറ്റ്? അത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. എനിക്കൊരു സാധനം വാങ്ങണമെങ്കിൽ എനിക്കൊരാൾ സെല് ചെയ്യണം, എനിക്കൊരു സാധനം സെല് ചെയ്യണമെങ്കിൽ വേറെ ആരെങ്കിലും വാങ്ങിക്കണം. അതേപോലെ ഇപ്പം എനിക്ക് 800 ക്വാണ്ടിറ്റി വാങ്ങണമെങ്കിൽ എനിക്ക് ആരെങ്കിലും 800 ക്വാണ്ടിറ്റി സെല് ചെയ്യണ്ടേ? അപ്പം ഞാൻ ഈ ബൈ ഓർഡർ 100 രൂപയിൽ പ്ലേസ് ചെയ്യുവാണെങ്കിൽ ഇതെങ്ങനെയാണ് ഈ ഓർഡർ എക്സിക്യൂട്ട് ആകാൻ പോകുന്നത്? സോ 800 ക്വാണ്ടിറ്റി ബൈ ചെയ്യണമെങ്കിൽ എൻ്റെ റിക്വയർമെന്റ് എന്താണ്? എൻ്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് 800 സെല്ലേഴ്സ് ആണ്. അപ്പൊ എനിക്ക് 800 സെല്ലേഴ്സ് വേണം. ഞാൻ ഈ സെല്ലേഴ്സിന് എവിടുന്നാണ് എടുക്കാൻ പോകുന്നത്? ഈ സെല്ലേഴ്സിന് എടുക്കാൻ പോകുന്നത് ഈ സെൽ ലിമിറ്റ് ഓർഡേഴ്സ് എന്നാ. സോ ഏറ്റവും ആദ്യം എടുക്കാൻ പോകുന്നത് ഏറ്റവും അടുത്തുള്ള സെൽ ഓർഡർ എന്നായിരിക്കും. സോ ഇതിൽ ഏറ്റവും അടുത്തുള്ള 101 രൂപയിലാണ് ഒരു സെല്ലർ ഉള്ളത്. 101 രൂപയിൽ എനിക്കിപ്പം 500 സെല്ലേഴ്സ് ഉണ്ട്. എനിക്ക് 500 സെല്ലേഴ്സ് മതിയോ? എനിക്ക് 800 സെല്ലേഴ്സ് വേണ്ടേ? സോ 500 ഞാൻ ആദ്യം 500 സെല്ലേഴ്സിനെ ഞാൻ അബ്സോർബ് ചെയ്യും, ഞാൻ വലിച്ചെടുക്കും. സോ അവിടെ ഇനി സെല്ലേഴ്സ് ഒന്നും ബാക്കിയില്ല. സോ 101 രൂപയിൽ ഇനി 0 സെല്ലേഴ്സേ ബാക്കിയുള്ളൂ. പക്ഷെ എന്റെ ട്രാൻസാക്ഷൻ കഴിഞ്ഞോ? ഇല്ല, എനിക്ക് 800 വേണം. 800 എനിക്ക് ആ 500 സെല്ലേഴ്സിനെ കിട്ടുള്ളൂ. എനിക്ക് ഇനി 300 സെല്ലേഴ്സിനും കൂടി ആവശ്യമുണ്ട് 800 ആവാൻ വേണ്ടിയിട്ട്. സോ ബാക്കി 300 ഞാൻ എവിടെ നിന്ന് എടുക്കുക? വീണ്ടും ഞാൻ ഓർഡർ ബുക്ക് നോക്കുവാണെങ്കിൽ 102 രൂപയിൽ 400 സെല്ലർ അവൈലബിൾ ഉണ്ട്. സോ ഈ 400 സെല്ലേഴ്സ് ഞാൻ 300 സെല്ലേഴ്സിന് അബ്സോർബ് ചെയ്യും. അതായത് 102 രൂപയിൽ ഇനി 100 സെല്ലേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. 300 ഞാൻ ഓൾറെഡി അബ്സോർബ് ചെയ്തു. സോ ക്യാൻഡിൽ എങ്ങനെയാ മൂവ് ചെയ്യുക? 100 രൂപയിൽ നിന്ന് ക്യാൻഡിൽ 102 രൂപയിലേക്ക് പോകും. ഇതൊരു ഗ്രീൻ ക്യാൻഡിലായിരിക്കും. 100 രൂപയിൽ നിന്ന് എന്തുകൊണ്ടാണ് 102 രൂപയിലേക്ക് പോയത്? കാരണം ഞാൻ 800 ക്വാണ്ടിറ്റി ബൈ ചെയ്തു. മാർക്കറ്റ് ബൈ ഓർഡർ, അഗ്രസീവ് ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ സെല്ലർ ഉള്ളത് അവിടെ വരെ എൻ്റെ ഓർഡർ ഫിൽ ആവുന്നത് വരെ ക്യാൻഡിൽ ഇങ്ങനെ മുകളിലോട്ട് പൊക്കോണ്ടിരിക്കും. എവിടെയാണോ എനിക്ക് കംപ്ലീറ്റ് എമൗണ്ട് ഓഫ് സെൽ ലിമിറ്റ് ഓർഡേഴ്സ് കിട്ടുന്നത് അവിടെയാണ് ക്യാൻഡിൽ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്. ഈ എക്സാമ്പിൾ 102 രൂപയിൽ എനിക്ക് സെല്ലേഴ്സിനൊക്കെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ക്യാൻഡിൽ 102 രൂപയിൽ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ,
സോ കറന്റ് മാർക്കറ്റ് പ്രൈസ് 100 രൂപയിൽ നിന്ന് 102 രൂപയിലേക്ക് പോയി. ഓക്കെ, ക്യാൻഡില് 100 രൂപയിൽ നിന്ന് 102 രൂപയിലേക്ക് പോയി. ഇനി ഞാൻ വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. ലെറ്റ്സ് സേ ഇവിടെ ഒരു സീറോ ബൈ ലിമിറ്റ് ഓർഡേഴ്സ്. ഇനി ഞാൻ 102 രൂപയിൽ ഞാൻ ബൈയിങ് അല്ല ചെയ്യുന്നത്. ലെറ്റ്സ് സേ ഇനി എനിക്ക് സെല് ചെയ്യണമെന്ന് വിചാരിക്കാം. 102 രൂപയിലാണ് ഇപ്പൊ കറന്റ്ലി പ്രൈസ് ഉള്ളത്. ഞാൻ 102 രൂപയിൽ സെല് ചെയ്യണം. എനിക്ക് 800 ക്വാണ്ടിറ്റി സെല് ചെയ്യണം. അഗൈൻ സെല് ചെയ്യണമെങ്കിൽ എന്റെ റിക്വയർമെന്റ് എന്താ? ബൈ ചെയ്യണമെങ്കിൽ എനിക്ക് സെല്ലേഴ്സ് വേണമെങ്കിൽ എനിക്ക് സെല് ചെയ്യുമ്പോൾ എന്ത് വേണം? എനിക്ക് ബയേഴ്സ് വേണം. എനിക്ക് എത്ര ബയേഴ്സാണ് വേണ്ടത്? എനിക്ക് 800 ക്വാണ്ടിറ്റി സെല് ചെയ്യണമെങ്കിൽ എനിക്ക് 800 ബയേഴ്സ് വേണം. റൈറ്റ്, എന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് 800 ബയേഴ്സ് ആണ്. സോ ഞാനിപ്പോ 102 കറന്റ് മാർക്കറ്റ് പ്രൈസ്. എനിക്കറിയാം കറന്റ് മാർക്കറ്റ് പ്രൈസിന്റെ താഴെയുള്ളത് മൊത്തം ബൈ ലിമിറ്റ് ഓർഡേഴ്സ് ആയിരിക്കും, മുകളിലുള്ളത് സെൽ ലിമിറ്റ് ഓർഡേഴ്സ് ആയിരിക്കും. അപ്പം എനിക്ക് സെല് ചെയ്യണമെങ്കിൽ 800 ബൈ ലിമിറ്റ് ഓർഡേഴ്സ് ആ വേണ്ടത്. സോ 102 രൂപയുടെ താഴെ ഞാൻ എവിടെയാണ് എനിക്ക് 800 ബൈ ലിമിറ്റ് ഓർഡേഴ്സ് കിട്ടുമെന്നാണ് ഞാനിപ്പോ തപ്പാൻ പോകുന്നത്. ഇവിടെ ബൈ ലിമിറ്റ് ഓർഡേഴ്സ് ഉണ്ടോ? ഇല്ല, 0. ഇവിടെ ബൈ ലിമിറ്റ് ഓർഡേഴ്സ് ഉണ്ടോ? ഇല്ല, 0. ഇവിടെ ബൈ ലിമിറ്റ് ഓർഡേഴ്സ് ഉണ്ടോ? ഉണ്ട്. 500 ബയേഴ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് 500 മതിയോ? പോരാ, എനിക്ക് 800 വേണം. അപ്പൊ ഞാൻ ഈ 500 ഞാൻ ഫുള്ളി അബ്സോർബ് ചെയ്യും. അത് ഞാൻ പൂജയാക്കും. എന്നിട്ട് എനിക്ക് ഇനി എത്ര വേണം? എനിക്ക് 300 സെല്ലേഴ്സിനും കൂടി വേണം. 300 സെല്ലേഴ്സ്, അടുത്ത 300 സെല്ലേഴ്സ് എവിടെയുള്ളത്? 98 രൂപയിൽ 300 സെല്ലേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ അത് അബ്സോർബ് ചെയ്തിട്ട് അത് ഞാൻ 0 ആക്കും. അപ്പൊ ക്യാൻഡിൽ എന്താ പറ്റുന്നത്? 102 രൂപയിൽ ഉണ്ടായ പ്രൈസ് ഒറ്റയടിക്ക് 102 രൂപയിൽ നിന്ന് 98 രൂപയിലേക്ക് പോകും. അതായത് ക്യാൻഡിൽ എന്ത് പറ്റും? ക്യാൻഡിൽ റെഡ് കളർ ആവും. എന്നിട്ട് ഒരു വിക്ക് ഉണ്ടാവും. കാരണം വിക്ക് കാണിക്കുന്നത് വെരി സിമ്പിൾ. എവിടേക്കാണോ പ്രൈസ് മൂവ് ചെയ്തേക്കുന്നത് അത് കാണിക്കുന്നത് ആണ് വിക്ക്. സോ ഒരു ക്യാൻഡിലിന് ഒരു ഓപ്പണിംഗ് പ്രൈസ് ഉണ്ടാവും, ക്ലോസിംഗ് പ്രൈസ് ഉണ്ടാവും, പിന്നെ ഹൈ ഉണ്ടാവും, ലോ ഉണ്ടാവും. റൈറ്റ്. സോ എസെൻഷ്യലി പ്രൈസ് മുകളിലേക്ക് പോകണമെങ്കിൽ ആരെങ്കിലും വന്ന് അഗ്രസീവ്ലി ബൈ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യണം. അഗ്രസീവ് ബൈ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ മുകളിലുള്ള സെൽ ലിമിറ്റ് ഓർഡേഴ്സ് അബ്സോർബ് ആയി പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. താഴത്തേക്ക് പോകണമെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആരും ഒരാൾ വന്നിട്ട് അഗ്രസീവ് സെൽ ഓർഡർ പ്ലേസ് ചെയ്യണം. സെൽ ഓർഡർ പ്ലേസ് ചെയ്യുമ്പം അഗൈൻ സെൽ ചെയ്യണമെങ്കിൽ ബൈ ലിമിറ്റ് ഓർഡേഴ്സ് വേണം. സെൽ ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള ലെഫ്റ്റിലുള്ള കറന്റ് മാർക്കറ്റ് പ്രൈസിന്റെ താഴെയുള്ള ബൈ ലിമിറ്റ് ഓർഡേഴ്സ് അബ്സോർബ് ആയി അങ്ങനെ ക്യാൻഡിൽസ് താഴത്തേക്ക് പോകും. സോ എങ്ങനെയാണ് ഒരു ക്യാൻഡിൽ മുകളിലേക്ക് പോകുന്നത്, താഴത്തേക്ക് പോകുന്നത് നമുക്ക് ഓൾറെഡി ഇപ്പം മനസ്സിലായി കഴിഞ്ഞു. അതേപോലെ തന്നെ ലിക്വിഡിറ്റി എന്താണെന്ന് നമുക്കറിയാം. എന്താ ലിക്വിഡിറ്റി? ഈ പെൻഡിങ് ഓർഡേഴ്സ്. ഓരോ ആൾക്കാർ ഓക്കെ ഞാൻ ഇവിടെ സെൽ ചെയ്യാൻ റെഡിയാണ്, ഇവിടെ ബൈ ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞ് ഇട്ട് വെക്കുന്ന ഓർഡേഴ്സ് അല്ലേ, ഈ ഓർഡേഴ്സ് ആണ് ലിക്വിഡിറ്റി. സോ ഇപ്പൊ നമുക്ക് ആകെ മനസ്സിലാക്കുന്നത് ക്യാൻഡിലിന്റെ മൂവ്മെന്റ് മാത്രമാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഫുൾ ചാർട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അല്ലെ. പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്, പെട്ടെന്ന് താഴത്തേക്ക് പോകുന്നുണ്ട്, ഇങ്ങനെ എന്തൊക്കെയോ റേഞ്ച് പോലെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, വീണ്ടും താഴത്തേക്ക് പോകുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു. സോ ഇതൊക്കെ വളരെ റാൻഡമാ. എനിക്കിപ്പം എന്തുകൊണ്ടാണ് പ്രൈസ് താഴത്തേക്ക് പോകുന്നു മുകളിലേക്ക് പോകുന്നു ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഇതിന് കുറെ കാര്യങ്ങൾക്ക് എനിക്ക് ക്ലാരിറ്റി വേണം. സോ ക്ലാരിറ്റി കൊണ്ടുവരുന്നതിന് കുറെ ബേസിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്താണെന്ന് ആദ്യം പഠിക്കാം. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. എന്താണ് സപ്പോർട്ട്, എന്താണ് റെസിസ്റ്റൻസ്? വളരെ സിമ്പിൾ കോൺസെപ്റ്റ്. ഓക്കെ, സോ ഇത് നിങ്ങളാണെന്ന് വിചാരിക്കുക. ഈ സ്റ്റിക്ക് ഫിഗർ നിങ്ങളാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു ക്രിക്കറ്റ് ബോൾ ഉണ്ട്. എന്നിട്ട് നിങ്ങളൊരു മതിലിന്റെ ഫ്രണ്ടിൽ, ഒരു വാളിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ ക്രിക്കറ്റ് ബോൾ എടുത്തിട്ട് വാളിലേക്ക് ഒറ്റ ഏറിയാണ്. അപ്പൊ ഒബ്വിയസ്ലി എന്താ സംഭവിക്കുക? ബോള് മതിലിൽ തട്ടിയിട്ട്, ഭിത്തിയിൽ തട്ടിയിട്ട് തിരിച്ച് താഴത്തേക്ക് ബൗൺസ് ചെയ്യും അല്ലെ. സോ ഇതേപോലെ തന്നെ മാർക്കറ്റിലും, ക്രിപ്റ്റോ മാർക്കറ്റിലും, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇതേപോലെ വാൾ ഉണ്ട്. പ്രൈസ് ഇങ്ങനെ തട്ടിയിട്ട് ബൗൺസ് ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇവിടെ ഒരു ഇമാജിനറി വാൾ വരക്കുവാണ്. ലെറ്റ്സ് സേ ഈ ഇമാജിനറി വാൾ ഉള്ളത് 100 രൂപയിലാണെന്ന് വിചാരിക്കുക. സോ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 50 രൂപയിലും. സോ 50 രൂപയിൽ നിന്ന് ക്യാൻഡിൽ ഇങ്ങനെ മുകളിലേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്തു. എന്തോ ഒരു റീസൺ കാരണം പ്രൈസ് 100 രൂപയിൽ തട്ടിയതും ബൗൺസ് ആവാൻ തുടങ്ങി. വീണ്ടും 100 രൂപയിൽ തട്ടി ബൗൺസ് ആയി, വീണ്ടും 100 രൂപയിൽ തട്ടി ബൗൺസ് ആയി, വീണ്ടും തട്ടി വീണ്ടും ബൗൺസ് ആയി. സോ എന്തോ സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പ്രൈസ് എല്ലാ പ്രൈസും 100 രൂപയിൽ ടച്ച് ചെയ്യുമ്പോൾ ബൗൺസ് ആവുന്നത്? എന്തുകൊണ്ടാണ് താഴത്തേക്ക് പോകുന്നത്? അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് വളരെ ഓബ്വിയസ് ആയിട്ടുള്ള അറിയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അഗൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പ്രൈസ് മുകളിലോട്ട് പോണെങ്കിൽ അഗ്രസീവ് ബൈയിങ് വേണം അല്ലെ. അപ്പൊ ആരും ഇവിടെ ബൈ ചെയ്തത് കൊണ്ടാണ് ക്യാൻഡിൽ മുകളിലോട്ടേക്ക് പോയത്. അതെ, പ്രൈസ് മുകളിലോട്ടേക്ക് പോയത്. അതേപോലെ തന്നെ
ഇവിടുന്ന് താഴോട്ടേക്ക് പോയത് എന്തുകൊണ്ടാ? ഇവിടുന്ന് ഇവിടെ തൊട്ട് ആരോ അഗ്രസീവ്ലി സെൽ ചെയ്തതുകൊണ്ട് അല്ലെ? സെൽ ചെയ്യുമ്പോഴാണ് പ്രൈസ് താഴേക്ക് പോകുന്നത്, ബൈ ചെയ്യുമ്പോഴാണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. സോ ഈ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ എല്ലാ പ്രൈസ് 100 രൂപയിൽ ടാപ്പ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? പ്രൈസ് താഴേക്ക് ബൗൺസ് ആവുന്നുണ്ട്. അതിന്റെ അർത്ഥം ആരോ 100 രൂപയിൽ ഇങ്ങനെ സെൽ ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, ആരാ സെൽ ചെയ്യുന്നത് അത് നമുക്കിപ്പോ തൽക്കാലം അറിയില്ല, നമുക്ക് പഠിക്കാം, അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട്. സോ ആരോ 100 രൂപയിൽ സെൽ ചെയ്യുന്നുണ്ട്. ഫോർ ദ ടൈം ബീങ് നമുക്ക് എസ്യൂം ചെയ്യാം ഇത് രാജു എന്ന് പറഞ്ഞൊരു പുള്ളിയാണെന്ന് എസ്യൂം ചെയ്യാം. ഇതൊരു രാജു എന്ന് പറഞ്ഞ പുള്ളി എന്താ ചെയ്യുന്നത്? എല്ലാ പ്രാവശ്യവും പ്രൈസ് 100 രൂപയിൽ ടാപ്പ് ചെയ്യുമ്പം രാജു അവിടെ നിന്ന് സെൽ ചെയ്യും. രാജു സെൽ ചെയ്യുമ്പോൾ എന്ത് പറ്റും? പ്രൈസ് താഴേക്ക് പോകും. വീണ്ടും പ്രൈസ് 100 രൂപയിൽ പോകും, രാജു വീണ്ടും സെൽ ചെയ്യും. രാജു വീണ്ടും സെൽ ചെയ്യും, എന്നിട്ട് വീണ്ടും പ്രൈസ് താഴേക്ക് പോകും. വീണ്ടും സെൽ ചെയ്യും, താഴേക്ക് പോകും. വീണ്ടും സെൽ ചെയ്യും, താഴേക്ക് പോകും. സോ ഈ മുകളിലുള്ള ഈ വാളിന് പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് ലെവൽ. വെരി സിമ്പിൾ, റൈറ്റ്? എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് രാജു സെൽ ചെയ്യുമ്പം രാജു ഈ പ്രൈസിന് 100 രൂപയിൽ നിന്ന് മുകളിലോട്ട് പോവാൻ സമ്മതിക്കാതെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ ലെവലിന് പറയുന്ന പേര് റെസിസ്റ്റൻസ് ലെവൽ. വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അതേപോലെ തന്നെ ഇത് റെസിസ്റ്റൻസ് ലെവൽ ആണെങ്കിൽ എന്താണ് സപ്പോർട്ട് ലെവൽ? കാരണം നമ്മൾ കോൺസെപ്റ്റിന്റെ പേര് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിരുന്നു. റെസിസ്റ്റൻസ് ഇതാണെങ്കിൽ എന്തായിരിക്കും സപ്പോർട്ട്? വളരെ സിമ്പിൾ, ഈ റെസിസ്റ്റൻസ് ലെവലിന്റെ ഉൾട്ടയാണ്. അതായത് റെസിസ്റ്റൻസ് ലെവൽ ടോപ്പിലാണെങ്കിൽ സപ്പോർട്ട് ലെവൽ താഴെയായിരിക്കും. അത്രേ ഉള്ളൂ. അതായത് ഞാനൊരു ഇമാജിനറി വാൾ വീണ്ടും വരയ്ക്കാൻ പോവാണ്. ഈ പ്രാവശ്യം വാൾ ഉള്ളത് 50 രൂപയിലാണ്, പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 100 രൂപയെന്നാണ്. സോ പ്രൈസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫോർ സം റീസൺ പ്രൈസ് 50 രൂപയിൽ എത്തുമ്പോൾ എന്ത് വരുന്നു? ടാപ്പ് ചെയ്യുന്നു, ബൗൺസ് ചെയ്യുന്നു. വീണ്ടും ടാപ്പ് ചെയ്യുന്നു, മുകളിലേക്ക് പോകുന്നു. വീണ്ടും ടാപ്പ് ചെയ്യുന്നു, മുകളിലേക്ക് പോകുന്നു. വീണ്ടും ടാപ്പ് ചെയ്യുന്നു, മുകളിലോട്ട് പോകുന്നു. ഈ സമയം ഈ ഒരു ഇൻസ്റ്റൻസിൽ രാജു എന്താ ചെയ്യുന്നത്? റെസിസ്റ്റൻസിന്റെ ഇൻസ്റ്റൻസിൽ രാജു സെല്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് 100 രൂപയിൽ. ഇപ്രാവശ്യം രാജു എന്താ ചെയ്യുന്നത്? ഓരോ പ്രാവശ്യം 50 വരുമ്പോൾ രാജു ബൈ ചെയ്യുവാണ്. രാജു ബൈ ചെയ്യുമ്പം പ്രൈസ് ബൗൺസ് ചെയ്യും. വീണ്ടും രാജു ബൈ ചെയ്യുന്നു, ബൗൺസ് ചെയ്യുന്നു. വീണ്ടും രാജു ബൈ ചെയ്യുന്നു, വീണ്ടും ബൗൺസ് ചെയ്യുന്നു. വീണ്ടും രാജു ബൈ ചെയ്യുന്നു, വീണ്ടും ബൗൺസ് ചെയ്യുന്നു. റൈറ്റ്? അപ്പം ഈ പറയുന്ന ഈ ലെവലിൽ വിളിക്കുന്ന പേരാണ് സപ്പോർട്ട് ലെവൽ. എന്തുകൊണ്ട് ഇത് സപ്പോർട്ട് ലെവൽ എന്ന് വിളിക്കുന്നത്? കാരണം രാജു എന്താ ചെയ്യുന്നത്? രാജു ഈ പ്രൈസ് 50 രൂപേന്ന് താഴോട്ടേക്ക് പോവാണ്ട് ഈ പ്രൈസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. താഴെ വീഴാതെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഈ ലെവലിന് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ എന്താണെന്ന് അറിയാം. ഇതാണ് എന്റെ റെസിസ്റ്റൻസ് ലെവൽ, അല്ലെ? ഇതാണ് എന്റെ റെസിസ്റ്റൻസ് ലെവൽ. സോ ഇത് റെസിസ്റ്റൻസ് ലെവൽ ആണെങ്കിൽ ഇപ്പൊ ഞാൻ താഴെ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ എന്റെ സപ്പോർട്ട് ലെവലായി. റൈറ്റ്? റെസിസ്റ്റൻസ് ലെവൽ, സപ്പോർട്ട് ലെവൽ, ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഇത് ചാർട്ടിൽ കാണിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. സോ ഞാനിപ്പം പറഞ്ഞതിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ ഹൊറിസോണ്ടലാ, അല്ലെ? ഹൊറിസോണ്ടലാ. പക്ഷേ മാർക്കറ്റിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ ഹൊറിസോണ്ടൽ ആവണമെന്നില്ല. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സ്ലാന്റഡ് ആവാം. ഇങ്ങനെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉണ്ടാവാം. അതായത് മാർക്കറ്റിന് പ്രൈസിന് ഇങ്ങനെ സ്ലാന്റഡ് ആയിട്ട് റെസിസ്റ്റൻസ് ഫോം ചെയ്യാൻ പറ്റും. സ്ലാന്റഡ് ആയിട്ട് റെസിസ്റ്റൻസ് ഫോം ചെയ്യാൻ പറ്റും. സോ ഈ സ്ലാന്റഡ് ആയിട്ട് റെസിസ്റ്റൻസ് ഫോം ചെയ്യുമ്പം അതിന് പറയുന്ന പേര് റെസിസ്റ്റൻസ് ലെവൽ എന്നല്ല, അതിന് പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ. അത്രേ ഉള്ളൂ. സോ റെസിസ്റ്റൻസ് സ്ലാന്റഡ് ആണെങ്കിൽ അതിന് പറയുന്ന പേര് ട്രെൻഡ് ലൈൻ എന്നാണ്. കാരണം ഓബ്വിയസ്ലി ഒരു സ്ലാന്റഡ് റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് അതിന്റെ ട്രെൻഡ് മനസ്സിലാവും. സോ ഇതിപ്പോ നോക്കുവാണെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അതാണ്. സോ അപ് ട്രെൻഡിങ് ആണിത്. സോ സ്ലാന്റഡ് റെസിസ്റ്റൻസോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ട്രെൻഡ് മനസ്സിലാവും. അതുകൊണ്ടാണ് അതിനെ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം ഇത് മോള് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ആണെങ്കിൽ അപ്പൊ ഇതെന്തായി? താഴെ എന്തായി? താഴെ ഇങ്ങനെ ബൗൺസ് ചെയ്യുന്നുണ്ട്, അല്ലെ? ബൗൺസ് ചെയ്യുന്നുണ്ട്. സോ ഇത് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ആണെങ്കിൽ താഴെയുള്ളത് സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ആയിരിക്കും. ലെവൽ ആയിരിക്കില്ല. ലെവൽ ഹൊറിസോണ്ടൽ ആയിരിക്കും. സ്ലാന്റഡ് ആയതുകൊണ്ട് താഴെയുള്ളത് സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ആയിരിക്കും. സോ ഇതിപ്പോ ഞാൻ ചാർട്ട് എടുക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ. ഇത് ഡോട്ട്സ് കണക്ട് ചെയ്യുന്ന പോലെയാ. അതായത് ഞാനിപ്പം ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും ഈ ലൈൻ മൾട്ടിപ്പിൾ ടൈംസ് ഒരിടത്ത് ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എന്താ കാണാൻ പറ്റുന്നത്? ഇവിടുന്ന് ബൗൺസ് ആയി, വീണ്ടും ബൗൺസ് ആയി, വീണ്ടും ബൗൺസ് ആയി, വീണ്ടും ബൗൺസ് ആയി, ഫൈനലി ഇവിടുന്നാണ് ബ്രേക്ക് അയക്കുന്നത്. സോ ഇതെന്താ ഞാനിപ്പം പ്ലോട്ട് ചെയ്തേക്കുന്നത്? ഈ പ്ലോട്ട് ചെയ്തേക്കുന്നതാണ് സപ്പോർട്ട് ട്രെൻഡ് ലൈൻ, അല്ലെ? സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ആണ് ഞാനിവിടെ പ്ലോട്ട് ചെയ്തേക്കുന്നത്. സോ ഇതുപോലെ
ഞാനിപ്പം വേറൊരു ലെവൽ വരക്കുവാണെങ്കിൽ ഇപ്പം ഞാനിതാ മുകളിൽ നിന്ന് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഡോട്ട്സ് ഇങ്ങനെ കണക്ട് ചെയ്യും. ഓക്കെ, ഡോട്ട്സ് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് എനിക്കെന്താ കാണാൻ പറ്റുന്നത്? ഈ ലൈൻ എത്തുമ്പം ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കുക. ബൗൺസ് ചെയ്തു, വീണ്ടും ബൗൺസ് ചെയ്തു, വീണ്ടും ബൗൺസ് ചെയ്തു, വീണ്ടും ബൗൺസ് ചെയ്തു. സോ ഈ പ്ലോട്ട് ചെയ്ത ലെവൽ ടോപ്പിലായതുകൊണ്ട് ഇതിന് പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ. കാരണം റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ എപ്പോഴും സ്ലാന്റഡ് ആയിരിക്കും, ടോപ്പിലായിരിക്കും. അതുകൊണ്ട് ഇതാണ് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ. വളരെ സിമ്പിൾ. സോ കുറച്ചുകൂടെ എക്സാമ്പിൾസ് നമുക്ക് കാണാം. അതായത് ഇത് വീണ്ടും ഇതെന്താണ്? ഇതൊരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ആണ്. മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈംസ് ഒരു പോയിന്റ് ടാപ്പ് ചെയ്തിട്ട് ബൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒന്നിക്കൽ റെസിസ്റ്റൻസ് ലെവൽ ആയിരിക്കും, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ആയിരിക്കും ഇതുപോലെ, അല്ലെങ്കിൽ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ സപ്പോർട്ട് ലെവൽ ആയിരിക്കും. റെസിസ്റ്റൻസ് ലെവൽ അഥവാ സപ്പോർട്ട് ലെവൽ എന്ന് പറയുമ്പോൾ അത് ഹൊറിസോണ്ടൽ ആയിരിക്കും. അതായത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇതിപ്പോ ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാണാൻ പറ്റുന്നത്? ഈ ഒരു ഹൊറിസോണ്ടൽ ലെവലില് മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് ബൗൺസ് ചെയ്തു, ടാപ്പ് ചെയ്ത് ബൗൺസ് ചെയ്തു, ടാപ്പ് ചെയ്ത് ബൗൺസ് ചെയ്തു. സോ ഒരു ഹൊറിസോണ്ടൽ ലെവലിൽ ടാപ്പ് ചെയ്ത് ബൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതൊരു സപ്പോർട്ട് ലെവൽ ആണെന്നാണ്. ഓക്കെ, സോ എന്താ ചെയ്യുന്നത്? ഇത് വളരെ പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ കണക്ട് ദ ഡോട്ട്സ് ചെയ്യില്ലേ, അതേപോലെ തന്നെ നമ്മൾ ഡോട്ട്സ് കണക്ട് ചെയ്യുന്നുള്ളൂ. സോ ഇതിലിപ്പം ഈ ഡോട്ട്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ആയി. അതേപോലെ തന്നെ ഇതിന്റെ മുകളിൽ ഡോട്ട്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ആയി. വെരി സിമ്പിൾ. സോ നമുക്കിപ്പം സപ്പോർട്ട് ട്രെൻഡ് ലൈൻ എന്താണെന്ന് അറിയാം, റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ എന്താണെന്ന് അറിയാം, സപ്പോർട്ട് ലെവൽ എന്താണെന്ന് അറിയാം, റെസിസ്റ്റൻസ് ലെവൽ എന്താണെന്ന് അറിയാം. സോ എസെൻഷ്യലി നമുക്കിപ്പം ചെറിയ രീതിയിൽ ക്ലാരിറ്റി കിട്ടി. നമുക്കറിയാം മാർക്കറ്റ് ഫോർ സം റീസൺ എന്താ നമ്മൾ പഠിക്കും. ഫോർ സം റീസൺ ഒരു പോയിന്റിൽ എത്തുമ്പം പ്രൈസ് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് ബൗൺസ് ചെയ്യുന്നുണ്ട്. ഏതൊരു ലെവലിൽ എത്തുമ്പോൾ പ്രൈസ് ടാപ്പ് ചെയ്തിട്ട് കൺസിസ്റ്റന്റ്ലി ബൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഇത് ബൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ വരക്കുവാണ്. ഇപ്പൊ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ വരച്ചിട്ട് ഒരു പ്രാവശ്യം ബൗൺസ് ചെയ്തു, രണ്ടാമത്തെ പ്രാവശ്യം ബൗൺസ് ചെയ്തു, മൂന്നാമത്തെ പ്രാവശ്യം ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്നിക്കലി ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ആയേക്കാം എന്ന് വിചാരിച്ച് ഇവിടെ ഞാൻ സെല് ചെയ്ത് താഴത്തേക്ക് പോവാം, ഇവിടെ വീണ്ടും സെല് ചെയ്ത് വീണ്ടും താഴത്തേക്ക് പോവാം, അതേപോലെ സപ്പോർട്ടിൽ ബൈ ചെയ്യാം. ഇങ്ങനെ കുറച്ച് സിസ്റ്റംസ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. പക്ഷേ ടെക്നിക്കലി നമ്മൾ ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും വെച്ചൊന്നും ആയിരിക്കില്ല ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ കുറച്ചുകൂടെ ഡീപ്പറായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കും. സോ എസെൻഷ്യലി നമ്മളൊരു ചാർട്ട് റീഡ് ചെയ്യുമ്പം ചാർട്ടിൽ നടക്കുന്ന ഓരോ പ്രൈസ് ബിഹേവിയറും നമ്മൾ പഠിക്കണം. സോ ഇപ്പം ഈ വീഡിയോയിൽ നമ്മൾ ആകെ പഠിക്കാൻ പോകുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ പറ്റി മാത്രമാണ്. സോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു കാര്യം കൂടെ ഇതിന്റെ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതിന് പറയുന്ന പേരാണ് ബ്രേക്ക് ഔട്ട്സ്. എന്താണ് ബ്രേക്ക് ഔട്ട്സ്? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാത്രം അറിഞ്ഞാൽ മതി, നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം. അതായത് ബ്രേക്ക് ഔട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് സേ പ്രൈസ് ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അതായത് പ്രൈസ് ഒരു റെസിസ്റ്റൻസ് എടുത്തു. ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് പുറത്ത് കിടക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ബ്രേക്ക് ഔട്ട്. അതായത് ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ആവുന്നത് ഇവിടെയാണ്. അതിന്റെ അർത്ഥം ഇതിന് പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട്. വളരെ സിമ്പിൾ, റൈറ്റ്? ഇതിന് പറയുന്ന പേരാണ് ബ്രേക്ക് ഔട്ട്. സോ ഇത് റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതിന് പറയുന്ന പേര് റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് എന്നാണ്. ഇതേപോലെ തന്നെ ഓബ്വിയസ്ലി സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് ഉണ്ട്, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്സ് ഉണ്ട്. അതായത് ഞാനൊരു ലെവൽ മാർക്ക് ചെയ്യാം. ഇതിപ്പം പ്രൈസ് സപ്പോർട്ട് എടുത്തു, വീണ്ടും സപ്പോർട്ട് എടുത്തു, എന്നിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് അഥവാ സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ എന്നും പറയും. കാരണം ഇത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് എന്ന് പറയും. സോ ഇത് സപ്പോർട്ട് ലെവലിന്റെ ബ്രേക്ക് ഔട്ട്. നേരത്തെ കാണിച്ച എക്സാമ്പിൾ റെസിസ്റ്റൻസിന്റെ ബ്രേക്ക് ഔട്ട്. നമുക്കറിയാം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഹൊറിസോണ്ടൽ ആവണമെന്നില്ല, സ്ലാന്റഡ് ആവാം. അതായത് ഇങ്ങനത്തെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പ്രൈസ് ഇങ്ങനെ പോയി, ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്സും ഉണ്ടാവാം. ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ട്രെൻഡ് ലൈനും ബ്രേക്ക് ഔട്ട് ആയി പ്രൈസ് മുകളിലോട്ടോ താഴത്തേക്കോ പോവാം. സോ ഇത് നമ്മൾ വീണ്ടും ചാർട്ടിൽ നോക്കുവാണെങ്കിൽ ഇപ്പം ഇവിടെ ഞാനിപ്പോൾ ഒരു റെസിസ്റ്റൻസ് വരക്കുവാണ്. റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ, സോറി ലെവൽ അല്ല, ട്രെൻഡ് ലൈൻ. കാരണം ഇത് സ്ലാന്റഡ് ആണ്. ഇതിലിപ്പോൾ എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റ് ബൗൺസ് ചെയ്തു, വീണ്ടും ബൗൺസ് ചെയ്തു, എന്നിട്ട് പ്രൈസ് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാ. അപ്പം ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്, റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട്. വളരെ സിമ്പിൾ.
സോ നമ്മൾ നേരത്തെ റെസിസ്റ്റൻസ് വരക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ബ്രേക്ക്ഔട്ട്സും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഈ ഞാൻ പ്ലോട്ട് ചെയ്യുന്നത് എന്താ, ഇതൊരു റെസിസ്റ്റൻസ് ലെവലാണ് അല്ലേ, ഇതൊരു റെസിസ്റ്റൻസ് ലെവലാണ്. കാരണം ഇത് ഹൊറിസോണ്ടൽ ലെവലാണ്. ബൗൺസ് ചെയ്തു. ഇവിടെ എന്താ സംഭവിക്കുന്നത്, പ്രൈസ് ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാണ്. റൈറ്റ്. സോ ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക്ഔട്ട്. കാരണം ഇത് ബ്രേക്ക്ഔട്ട് അയക്കുന്നത് ട്രെൻഡ് ലൈൻ അല്ല, ഇത് ബ്രേക്ക്ഔട്ട് അയക്കുന്നത് ഒരു ലെവലിനെയാണ്. സോ നമ്മൾക്ക് ഇപ്പം കറൻസി പെയർസ് അറിയാം, BTC USDT എന്താണെന്ന് അറിയാം, BTC INR എന്താണെന്ന് അറിയാം. സോ ഇനി നമ്മൾക്ക് ആ ക്യാൻഡിൽസ് എങ്ങനെയാണ് മുകളിലോട്ട് പോകുന്നത്, ക്യാൻഡിൽസ് എങ്ങനെയാണ് താഴത്തേക്ക് പോകുന്നത്, എന്താണ് റെസിസ്റ്റൻസ്, എന്താണ് സപ്പോർട്ട്, എന്താണ് ബ്രേക്ക്ഔട്ട്സ് വരെ നമുക്കറിയാം. ഇനിയും കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, വിച്ച് വിൽ ബി കവറിങ് ഇൻ ദ കമ്മിങ് വീഡിയോസ്. സോ ആ സമയം കൊണ്ട് നിങ്ങൾ കോയിൻ സ്വിച്ചിൽ നിങ്ങൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ തന്നെ നോക്കുക, ഈ ഓർഡർ ബുക്ക് അനലൈസ് ചെയ്യുക. ഓർഡർ ബുക്കിൽ പ്രൈസ് മുകളിലേക്കും താഴത്തേക്കും പോകുന്നത് കാണുക, ക്യാൻഡിൽസ് മൂവ് ചെയ്യുന്നത് കാണുക, ടൈം ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം എനിക്ക് 2 hourന്റെ ടൈം ഫ്രെയിം കാണാൻ പറ്റും, 1 minute ക്യാൻഡിൽസ് കാണാൻ പറ്റും. 1 minute ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ക്യാൻഡിലും ഓരോ മിനിറ്റത്തെ മൂവ്മെന്റ് ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. കുറച്ചധികം സൂം ചെയ്യേണ്ടി വരും. റൈറ്റ്. സോ എസെൻഷ്യലി 1 minute ഉണ്ട്, 30 minutes കാണാം. ഇത് ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് 30 minute ആയിരിക്കും. ഇതിപ്പോൾ 1 minute എടുക്കുകയാണെങ്കിൽ ഓരോ ക്യാൻഡിലും ഓരോ മിനിറ്റ് ആയിരിക്കും. സോ ഇതൊക്കെ നിങ്ങളൊന്ന് ഈ പ്ലാറ്റ്ഫോമായിട്ട് ഫെമിലറൈസ് ആവുക. പ്ലാറ്റ്ഫോമായിട്ട് ഫെമിലറൈസ് ചെയ്തതിനു ശേഷം നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എസെൻഷ്യലി ഈ മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം, എങ്ങനെ മാർക്കറ്റിന്റെ. സോ നമ്മൾക്കിപ്പോൾ ആകെ അറിയുന്നത് ഡോട്ട്സ് കണക്ട് ചെയ്യാൻ മാത്രമാണ്. BTC USD എടുക്കുകയാണെങ്കിൽ നമ്മളൊരു പ്രൈസ് നോക്കുന്നു, പ്രൈസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പോയിന്റ് നിന്ന് ടാപ്പ് ചെയ്യുന്നുണ്ടോ ബൗൺസ് ചെയ്യുന്നുണ്ടോ നോക്കുന്നു, നമ്മൾ അവിടെ പ്ലോട്ട് ചെയ്യുന്നു. അതാണ് നമ്മുടെ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. സോ ഇത് മാത്രം പോരാ, ഇതിലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട്. നിങ്ങൾ തൽക്കാലം ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് കുറേ അധികം കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും. സോ ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ചിയേഴ്സ്.